ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട. എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം മാർച്ച് 2 ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. 2023-24 വർഷത്തെ MLA ആസ്തി വികസന പദ്ധതി ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തോട്ടേക്കോട് കുണ്ടംകുളം റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ആവശ്യമായിരുന്ന റോഡ് നിർമ്മിക്കുക എന്നുള്ള ആവശ്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 2023-24 സാമ്പത്തിക വർഷത്തെ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തോട്ടേക്കോട് കുണ്ടംകുളം റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആദ്യമായി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച തോട്ടേക്കോട് കുണ്ടംകുളം റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമീണ റോഡുകൾ ഈ പറഞ്ഞ ജൽജീവൻ മിഷൻ്റെ ഭാഗമായിക്കൊണ്ട് പല ഗ്രാമീണ റോഡുകളും തകർന്നു പോയിട്ടുണ്ട്. അത് പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ആ പദ്ധതിയിൽ തന്നെയുണ്ട്. പക്ഷേ അത് സമയബന്ധിതമായി കിട്ടുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ഏകദേശം 19,000-ൽ പരം കോടി രൂപയാണ് ജൽജീവൻ മിഷനിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അത് കിട്ടിയിട്ട് റോഡ് പണിയാം എന്ന് കാത്തിരിക്കാതെ 1000 കോടി രൂപയുടെ ഒരു വർഷത്തിലധികമായി നമ്മൾ ചർച്ച ചെയ്യാം. നമ്മുടെ ഗ്രാമീണ റോഡുകളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഫണ്ട് കണ്ടെത്തണമെന്ന്. അങ്ങനെയാണ് 1000 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും 30 റോഡെങ്കിലും പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് നിർമ്മിക്കാൻ പ്രധാനമായിട്ടും തീരുമാനിച്ചത് തോടൂർക്കര തോട്ടേക്കോട് റോഡാണ്. ആ തോടൂർക്കര തോട്ടേക്കോട് റോഡിന് 3.5 കോടി രൂപയുടെ പ്രപ്പോസലാണ് ഗവൺമെൻറ് സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ 20 ലക്ഷം രൂപയും തോട്ടേക്കോട് റോഡിന് അനുവദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രാമീണ റോഡുകളിലെ മുഴുവൻ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രാമീണ റോഡുകൾ, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ, അത് പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്തുമായിട്ട് മറ്റു പല രംഗത്തും വലിയ മാറ്റം ഘട്ടം ഘട്ടമായി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സത്യം എല്ലാവരും തൊട്ടറിയുകയാണ്. ഇപ്പോൾ തോട്ടേക്കോട് കുണ്ടംകുളം റോഡ് ഇങ്ങനെ വേണമെന്ന് ആവശ്യം വന്നപ്പോൾ ആ ആവശ്യം ന്യായമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടപ്പോഴാണ് അതിന് പൈസ വയ്ക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സമയബന്ധിതമായി പൈസ മറ്റേ പ്രവർത്തനം പൂർത്തീകരിക്കുകയും നാടിന് സമർപ്പിക്കുകയും ചെയ്യുക. ഇത് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ജയിച്ച് അല്ലെങ്കിൽ നാം ജയിപ്പിച്ച പ്രതിനിധികൾ വളരെ ആത്മാർത്ഥമായ ഇടപെടലാണ്. രാധേട്ടൻ മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വളരെ സജീവമായി ഓരോ വിഷയവും മനസ്സിലാക്കി അതിനകത്ത് ഇടപെടുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പലരും ഇന്ന് നല്ലപോലെ അവർ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു.
LSJD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV സുചിത്ര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത അജയൻ, മുൻ മെമ്പർ അജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.